ഒരു കനാനിയ സ്ത്രീ, ജാതീയ സ്ത്രീക്ക് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ആ തലമുറയിൽ കനാനിയരല്ല, ഇസ്രായേലിൽ പോലും യേശുവിനെ പല പല പേരുകളിലാണ് അറിയപ്പെട്ടത്. ചിലർ പറയുന്നവൻ ആരാണ്? തച്ചന്റെ മകനാണ്. ചിലർ പറയുന്നു ഇവൻ ആരാണ്? ഒരു പ്രവാചകനാണ്. ചിലർ പറയുന്നു ഇവൻ നമ്മുടെ ആരാണ്? നാട്ടുകാരൻ ആണ്. പല പല രീതിയിൽ അതിനപ്പുറം കിടന്ന ചില ആളുകൾ പറയുന്നുണ്ട് ഇവൻ ആരാണ്? ഒരു ശമരൻ ആണ്. ചിലർ പറയുന്നു മരിച്ചവരിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ വ്യാപരിക്കപ്പെട്ടവനാണ്. ചിലർ പറയുന്നു ഇവൻ എന്തുണ്ട്? ഭൂതം ഉണ്ട്. അവൻ യേശുവിനെ കുറിച്ച് പല പല പേരുകളിലാണ് അന്നത്തെ സമൂഹം അറിയപ്പെട്ടത്. ആ സമൂഹം യേശുവിനെ പല പല പേരുകളിലാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം യേശുവിനെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം ചോദിപ്പനടിയായി തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ വിട്ടിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ? യേശുവിനെ ഇടറിപ്പോയി. യേശുവിനെ സ്നാനപ്പെടുത്തിയവനാണ്. യേശുവിനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അടയാളം കിട്ടിയവനാണ്. മാത്രമല്ല എന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം യേശുവിനെ കുറിച്ച് വ്യക്തമായി കേട്ടതാണ്. ഇങ്ങനെ എല്ലാ രീതിയിൽ അടയാളം പ്രാപിച്ച പ്രവാചകനായ, മുന്നോടിയായ, വഴിയൊരുക്കുന്നവനായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ പോലും എന്ത് ചെയ്തു? ഇടറിപ്പോയപ്പോൾ ഇതാ ഇതിനൊന്നും അവകാശമോ ഇതിനൊന്നും അറിവോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരു വ്യക്തി കടന്നു വന്ന്, ഒരു സ്ത്രീ കടന്നു വന്ന് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് ഇപ്രകാരം വിളിക്കുകയാണ്, കർത്താവേ. കർത്താവേ എന്ന് വിളിക്കുക വാക്കിന് വളരെ അർത്ഥമുണ്ട്. കർത്തൃത്വം നടത്തവനെ, ദൈവമേ, കർത്താവേ. ദൈവത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് കർത്താവേ. നീ തലമുറ തലമുറയായി ഞങ്ങള് സങ്കേതമായിരിക്കുന്നു അല്ലേ? മോശ പറഞ്ഞ അതേപോലെ വാക്ക് കർത്താവേ, ദൈവമേ, ദൈവപുത്രനെ. ഒരിക്കൽ യേശുവിനായ പത്രോസ് പറഞ്ഞു, നീ ജീവന ദൈവത്തിന്റെ പുത്രൻ. യേശു പറഞ്ഞു, ജഡരക്തങ്ങളെല്ലാം നിനക്ക് വെളിപ്പെടുത്തിയത് പിന്നെ ആരാണ്? സ്വർഗസ്ഥനായ പിതാവാണ്. അപ്പോൾ ഇവൾ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ വിജാതീയ ദേവന്മാരെ, വിജാതീയ ദൈവങ്ങളെ ആരാധിക്കേണ്ട അവൾ ഇവിടെ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ അത് പാരമ്പര്യമായി വിളിക്കപ്പെടുന്നതല്ല. മറ്റുള്ള സ്വജനങ്ങളോ സ്വന്തക്കാരോ ബന്ധുപത്രാദികളോ പറഞ്ഞു കൊടുത്ത് വിളിപ്പിക്കുന്നവരല്ല, കൂട്ടത്തിലുള്ളവർ പറഞ്ഞു കൊടുത്ത് വിളിപ്പിക്കുന്നവരല്ല. ഇവിടെ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ പിതാവിന്റെ ആകർഷണം അവളുടെ മേൽ വന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആര് പുത്രന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരാൾ വിശ്വസിക്കണമെങ്കിൽ, ദൈവമെന്ന് വിശ്വസിക്കണമെങ്കിൽ, യേശുവൻ അത്ഭുതമാണ് വിശ്വസിക്കണമെങ്കിൽ, യേശു മരണത്തെ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണമെങ്കിൽ, യേശു ഏക മധ്യസ്ഥനാണ് വിശ്വസിക്കണമെങ്കിൽ, യേശു ദൈവം മനുഷ്യനായ ഭൂമിയിൽ വെളിപ്പെട്ടതെന്ന് വിശ്വസിക്കണമെങ്കിൽ, യേശു ആരാണ്? അവൻ രക്ഷകനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അവനിൽ എന്തുണ്ട്? പിതാവ്
കർത്താവിന്റെ ആത്മാവ് പരിവർത്തിക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ട്? എന്തുമാത്രം കേട്ടാലും അവരുടെ ഹൃദയം എന്ത് ചെയ്യും? കഠിനപ്പെടും, അല്ലേ? കേട്ടിട്ട് ഗ്രഹിപ്പാനും കണ്ടിട്ട് കേട്ടത് ഗ്രഹിക്കാതിരിക്കാൻ അവരുടെ മനസ്സെന്ത് ചെയ്യും? തടിച്ചു പോകും, മത്സരം വരും. പക്ഷേ ഇവളകത്ത് മത്സരമല്ല വന്നത്, ദൈവത്തിന്റെ ആത്മാവിന് പരിവർത്തനമാണ് വന്നത്, പരിശുദ്ധാത്മാവിന്റെ സ്പർശനമാണ് വന്നത്. കൊരിന്ത്യർ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ ആർക്കും കഴിയില്ല. ഇവളിൽ പരിശുദ്ധാത്മാവ് വരേണ്ട യോഗ്യത ഇവളിൽ ഉണ്ടോ? ഇവളാരാണ്? വിജാതീയമായ സ്ത്രീയാണ്, കനാന്യ സ്ത്രീയാണ്. ദൈവത്തിന്റെ മക്കളോ തെരഞ്ഞെടുക്കപ്പെട്ടവരോ അല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇവളിൽ വരുവാൻ തക്കണ യോഗ്യത ഇവളിലുണ്ടോ? അതാണ് രസം. ആളുകൾ വിചാരിക്കുന്നു തങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ എന്ന്. നോ. ഹല്ലേലൂയ. പൂർവ്വപിതാവായ അബ്രഹാം മെസൊപ്പൊത്താമ്യയിലിരിക്കുമ്പോൾ അവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, വിഗ്രഹങ്ങളെ അവൻ ആരാധിച്ച് അതിന് ബിസിനസ്സൊക്കെ ചെയ്തവരുടെ കുടുംബത്തിലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പരിവർത്തിച്ചപ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ വിഗ്രഹങ്ങളെ വലിച്ചെറിഞ്ഞു, അവൻ പാരമ്പര്യങ്ങളെ വലിച്ചെറിഞ്ഞു, കുടുംബ ബന്ധങ്ങളെ വലിച്ചെറിഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തെ അനുസരിക്കേണ്ടവർ മത്സരികളായി മാറി, വിമർശകരായി മാറി, ദൂഷണവും കുറ്റവും കണ്ടുപിടിക്കാൻ മാത്രം മുന്നോട്ട് നടക്കുമ്പോൾ ഇതിനൊന്നും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി, ഒരു സ്ത്രീ ഇവിടെ ഒരു വെളിപ്പാട് പ്രാപിച്ച് യേശുവിന്റെ അടുക്കൽ വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മുഖാന്തരം അവൾ യേശുവിന്റെ അടുക്കൽ വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആരോട് അടുപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. മറ്റു പലരോട് അടുപ്പിക്കുന്ന ആത്മാവൊന്നും ആരുടെ ആത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവല്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന്, ദൈവമാണെന്ന്, കർത്താവെന്ന് വിശ്വസിക്കത്തക്ക നിലകളില്, ഏറ്റുപറയത്തക്ക നിലകളില്, രക്ഷ പ്രാപിക്കത്തക്ക നിലകളില് അവരെ കർത്താവിലെ യേശുവിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്ന ആത്മാവാണ് ദൈവാത്മാവ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇവളിൽ ഏതാത്മാവ് വ്യാപരിച്ചു? ഇവളിൽ ഏതാത്മാവ് വ്യാപരിച്ചു? ദൈവത്തിന്റെ ആത്മാവ്. ഇവൾക്ക് പലയിടങ്ങളിൽ പോകാമായിരുന്നു. പല മന്ത്രവാദികളെ അടുക്കിലോ, അവരുടെ കുടുംബക്കാരെ, നാട്ടുകാരെ, ദേശക്കാരൊക്കെ സേവിക്കുന്ന ദേവന്മാരടുക്കിലോ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പുരോഹിതന്മാരടുക്കിലോ, അന്നത്തെ വൈദ്യന്മാരടുക്കിലോ തൻ്റെ മകളെ കൊണ്ടുപോയി അവരടുക്കലേക്ക് കൊണ്ടുചെല്ലാമായിരുന്നു. പക്ഷേ ഇവൾ കൊണ്ടുവരിക മാത്രമല്ല, യേശുവിനെ അവൾ വിളിച്ച പേരെന്താണ്? കർത്താവേ. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവൻ, പരിശുദ്ധാത്മാവിൽ ഏറ്റുപറയുന്നവൻ, പരിശുദ്ധാത്മാവിലല്ലാതെ ഹൃദയാംഗമായി ഏറ്റുപറയാൻ കഴിയില്ല. യേശുവിനെ പറഞ്ഞു, കർത്തൃത്വം നടത്തുന്നവനെ, ഇനി ഞാൻ നിന്റെയാണ്. എന്നെ ഭരിക്കുന്നവനെ, എന്നെ ഭരിപ്പാൻ ഞാൻ നിന്റെ മക്കൾ ഏൽപ്പിക്കുകയാണ്. അതാണ് കർത്താവെന്ന് വിളിക്കുന്ന വിളി. കർത്താവേ, കർത്താവേ. വെറുതെ വിളിക്കുന്ന വിളിയല്ല. നീ കർത്തൃത്വം നടത്തുന്നവനെ,
എന്നെ കർത്തൃത്വം നടത്തുന്നവനെ, എന്റെ കുടുംബത്തിൽ കർത്തൃത്വം നടത്തുവാൻ ഞാൻ തന്നെ ഏൽപ്പിക്കാണ് കർത്താവേ. എന്നിട്ട് പറയാണ് ദാവീദ് പുത്ര, ദാവീദ് പുത്ര. അടുത്ത വെളിപ്പാട് യേശു എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് സുവിശേഷം. അപ്പൊ ദാവീദിന്റെ പുത്രനായി യേശു ജനിക്കുമെന്നുള്ളൊരു വെളിപ്പാട് അവളുടെ ഉള്ളിലുണ്ട്. ഇവൻ ദാവീദ് പുത്രനാണെന്നുള്ള വെളിപ്പാട് അവളുടെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് പുരുഷാരം, ആയിരക്കണക്കിന് പുരുഷാരം നിൽക്കുമ്പോൾ, അവേ ദേശക്കാർ നിൽക്കുമ്പോൾ, ചുറ്റുപാട് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് അവൾ പറയാണ് കർത്താവേ ഹല്ലേലൂയ. യേശുവിനായി പത്രോസ് പോലെ യേശുവിനെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ തന്റെ ശിഷ്യനായെന്ന് പറയാൻ മടിച്ച സ്ഥാനത്ത്, പരീശന്മാര് ശാസ്ത്രിമാര് മടിച്ച സ്ഥാനത്ത്, ആമേ ഹല്ലേലൂയ ആമേ നിക്കോദെമോസ് ആമേ മടിച്ച സ്ഥാനത്ത് ഇവൾ ഏറ്റുപറയാണ് ആമേ കർത്താവേ ദാവീദ് പുത്ര. സ്വത്രം അവിടെ ഒരു ബന്ധം വരികയാണ്. കർത്താവേ ദാവീദ് പുത്ര. ഇവിടെ വ്യവസ്ഥ പ്രകാരം അവൾക്ക് അതില്ല, ഒരു ബന്ധം ഇല്ല. അന്നത്തെ കാലത്ത് വ്യവസ്ഥ പ്രകാരം ബന്ധം ഉണ്ടാകണേ എന്ന് വേണം. ഒന്നുകിൽ ഇസ്രായേലായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളാകണം. അതായത് തങ്ങളുടെ ആചാരങ്ങളും കാര്യങ്ങളെല്ലാം ആരാധനകളും വിട്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആരാധനകളിലേക്ക് കടന്നു വന്ന് വേർപെട്ട് എന്ത് ചെയ്യണം? പരിച്ഛേദനയ്ക്ക് ഏറ്റ് ഇസ്രായേല് യഹൂദ മതസാരിയായിട്ട് മാറണം. അല്ലാതെ ഇസ്രായേൽ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷേ ഇവൾക്ക് അതൊന്നും അറിയല്ല. അപ്പോൾ യഹൂദനായിട്ടല്ല, യഹൂദിയായിട്ടല്ല, യഹൂദ മതത്തിൽപ്പെട്ടവളായിട്ടല്ല, ഇവള് അതിനപ്പുറമായിട്ടൊരു വെളിപ്പാടാണ്, രക്ഷയുടെ വെളിപ്പാടാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ കുറിച്ച് ചില വെളിപ്പാടൊക്കെ ഉണ്ട് അല്ലേ, അറിവൊക്കെ ഉണ്ട്. ആമേ നമ്മളൊക്കെ ആ ലെവലിലാണ് നിൽക്കുന്നത്. സ്വത്രം ആ ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ആമേ അവിടെയൊക്കെ നമ്മൾ എന്നിട്ട് വേര് കെട്ടിയിട്ടേക്ക് ഹല്ലേലൂയ എന്നേ. പക്ഷേ നമ്മുടെ ലെവലുകൾ മാറണം ഹല്ലേലൂയ. ആമേ നമ്മുടെ അറിവുകൾ വർദ്ധിക്കണം ഹല്ലേലൂയ. ആമേ ദൈവം ആരെന്ന് എന്ത് ചെയ്യണം? രുചിച്ചറിയണം ഹല്ലേലൂയ. ആമേ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഭവങ്ങളില് ആമേ ഹല്ലേലൂയ തകർന്നു പോകല്ല വേണ്ടത്, കുരുമുറുക്കല്ല വേണ്ടത്, പരാതിപ്പെടല്ല വേണ്ടത്, മനുഷ്യന്മാരെ പിന്നാലെ അനുഗമിക്കല്ല വേണ്ടത്. പ്രതിസന്ധിയുടെ നടുവില് ആമേ സന്തോഷത്തിന്റെ നടുവില് ദൈവം എന്റെ കർത്താവാണ്, ആമേ യേശുവിന്റെ കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ആമേ അവന്റെ ജീവിതത്തെ മേലെ ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കണം. സ്വത്രം ഇവിടെ ദൈവപുത്ര ദാവീദ് പുത്ര എന്നോട് എന്ത് ചെയ്യണം? കരുണ അല്ലേ? എന്നാ ഇസ്രായേലിന്റെ പുരോഹിതന്മാരെ അടുപ്പിച്ചത് പോയി പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? രാജാവേ, ഹെരോദ്യ രാജാവേ, എന്നോട് കരുണ തോന്നണമേ. പ്രമാണിമാരെ എന്നോട്. ഇവൾക്കറിയാം ഇവളെ വിഷയങ്ങളൊന്നും അവിടെ പോയതെന്നില്ല. ഒരു ഭരണാധികാരിയുടെ അടുക്കലും പ്രമാണിമാരുടെ അടുക്കലും മതസ്ഥാപകരുടെ അടുക്കലോ ഒരു നേതാവിന്റെ അടുക്കൽ കൊണ്ട് എന്നാലൊന്നും ഒരു മന്ത്രവാദിയോ ഒരു വൈദ്യനോ അല്ലെ പ്രമാണിയോ അടുക്ക കൊണ്ട് എന്നാലൊന്നും വിടുതല കിട്ടത്തില്ല. വിടുതല കിട്ടണമെങ്കിൽ എവിടെ ചെല്ലണം? കർത്താവിന്റെ അടുക്കൽ, ദാവീദ് പുത്രന്റെ അടുക്കൽ. കരുണ തോന്നണം. ഇവൾക്ക് പറയാൻ യോഗ്യതയുണ്ടോ?
അവിടെ വായിക്കാം. അവള് പറഞ്ഞു എന്റെ മകൾക്ക് ഭൂതോപദ്രവം. ഇവൾക്ക് അത് മനസ്സിലായി. ചിലർക്ക് എന്തില്ല, ഭൂതത്തെ അറിയില്ല, ദൂതൻ അറിയില്ല, ദൈവത്തെ അറിയില്ല, പിശാചിനെ അറിയത്തില്ല. ആത്മലോകം എന്താണെന്ന് അറിയാത്തവരുണ്ട്. അവർക്കതൊന്നും അറിയില്ല. പക്ഷേ ഇവൾക്ക് മനസ്സിലായി എന്റെ മകൾക്ക് ഭൂതോപദ്രവമാണ്. മടിയുണ്ടായില്ല, മടി. ഇവള് പരസ്യമായിട്ട് പറയുകയാണ് എന്റെ മകൾക്ക് എന്തുണ്ട്, ഗൂഢമായി ഒളിപ്പിച്ചു വെച്ചില്ല, രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചില്ല. കർത്താവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. എന്നിട്ട് പറയാണ് എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അവൾ എങ്ങനെയാണ് പറഞ്ഞത്? നിലവിളിച്ചു പറഞ്ഞു. ഞാൻ പറയുമ്പോ നിലവിളിച്ച് പറയുന്നില്ല. കർത്താവേ, ദാവീദ് പുത്ര, ആമേൻ. അവന് സമൂഹം ആളുകളെ കേട്ടാലും ഇഷ്ടമല്ല, പ്രമാണിമാര് കേട്ടാലും ഇഷ്ടമല്ല, നാട്ടുകാർ കേട്ടാലും ഇഷ്ടമല്ല, ബന്ധുക്കാർ കേട്ടാലും ഇഷ്ടമല്ല, കൂട്ടുകാർ കേട്ടാലും ഇഷ്ടമല്ല. അവള് നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, ദാവീദ് പുത്ര, എന്റെ കുടുംബത്തെ വിടുവിക്കണമേ, എന്റെ മകളെ വിടുവിക്കണമേ, ആമേൻ, ഞങ്ങളെ വിടുവിക്കണമേ. അവള് നിലവിളിച്ച് പറയുകയായി. ഈ നിലവിളി എന്ന് പറഞ്ഞാൽ ഉള്ളം തുറപ്പിക്കുന്ന കാര്യമാണ്. ഉള്ളം ആശ്രയമാണ്. എന്റെ മകള് ഭൂതൂരിൽ നിന്ന് വിടിരിക്കണമേ. മിണ്ടിയില്ല. അവരവരോട് എന്നില്ല ഒരു. നമ്മൾ ചിന്തിക്കും, ഇത്രയും അലമുറിവിട്ട് കരഞ്ഞ് നിലവിളിച്ച് പിന്നാലെ വന്നിട്ടും ഒരു വാക്ക് പോലും ദേഷ്യം വരും, ഉരുപ്പ് വരും, സങ്കടം വരും, നിരാശ വരും, അല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചു വന്ന ഒരു വാക്കും പറഞ്ഞില്ല. എന്നിട്ട് അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നിട്ട് അയ്യോ പിന്നാലെ നിലവിളിച്ചു വരികയാണ്. അവർക്ക് ഭയങ്കര വിഷമായി. നിലവിളി കണ്ടപ്പോൾ അവളെ ഇരുന്ന് നിലവിളിച്ച് അവരിയ്ക്കറിയുന്നത് നിലവിളിച്ച് അവള് പിന്നാലെ ശക്തിയില്ലെങ്കിലും നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ നിലവിളിച്ചത്? ദാവീദ് പുത്ര, കരുണ തോന്നണമേ. നിലവിളിച്ച് പറയുകയാണ്. സ്തോത്രം. എവിടെ നിലവിളിയുണ്ടോ അവിടെ വിടുതലുണ്ട്. എവിടെ നിലവിളിച്ച് അനുഗമിച്ചിട്ടുണ്ടോ അവിടെ വിടുതലുണ്ട്. അവിടെ ദൈവം യോഗ്യത നോക്കിയിട്ടല്ല. ആമേൻ. നിലവിളിയുടെ ഹല്ലേലൂയ. ആമേൻ. അവന്റെ സന്നിധിയിലെത്തിയാൽ, ആമേൻ, നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയരത്തിൽ ദൈവസന്നിധിയിലെത്തിയാൽ ആ നിലവിളിക്ക് മറുപടി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ശിഷ്യന്മാർ ഇപ്പോൾ ഇവർക്ക് വേണ്ടി കർത്താവിനോട് സംസാരിക്കുക. ആരെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചാണോ? ആണോ? അല്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥന പറഞ്ഞേൽപ്പിക്കുന്നല്ല. ഒരു സാഹചര്യം കാണുമ്പോൾ ആ തന്നെ ഉണ്ടായി വരും. ഇപ്പൊ ശിഷ്യന്മാരകത്ത് ഇവൾക്ക് വേണ്ടി യേശുവിനൊരു പ്രാർത്ഥന വരികയാണ്. കർത്താവേ, ഇവിടെ എന്ത് നിലവിളിച്ച് വരികയാണ്, ഇവിടെ എന്ത് ചെയ്യണം? പറഞ്ഞ് അയക്കണമേ. എന്നിട്ട് യേശു പറഞ്ഞു, ഇവൾ ആരും പെട്ടതല്ല, ഇസ്രായേൽ ഗ്രഹത്തില് പെട്ടതല്ല, ഇവൾ ദൈവജനമല്ല. ഈ കുടുംബം ഇവര് ഇസ്രായേൽ ജനത്തിനെ കാണാതെ കിടക്കുന്ന ആടുകളെ അന്വേഷിച്ചാണ് ഞാൻ വന്നേക്കണേ. അതുകൊണ്ട് ഇവൾ ആരല്ല, ഇസ്രായേൽ ജനത്തിൽ പെട്ടതല്ല, ജാതികളിൽ പെട്ടതാണ്, കനാനിൽ പെട്ടതാണ്. അതുകൊണ്ട് വിടിരിക്കാൻ എന്തില്ല,
പറ്റത്തില്ല, വിടുവിക്കാൻ പറ്റത്തില്ല. സ്വത്രം അല്ലേ? നമ്മൾ പല 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 കാര്യങ്ങൾ, ഒരു കാര്യത്തിന് വിടുന്നതിന് വേണ്ടി പല 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 കാര്യങ്ങൾ എന്തുണ്ട് വരും, വിടു നടക്കാതിരിക്കാൻ. ആമേ. യേശു പറഞ്ഞു, തന്റെ ഉദ്ദേശം പറഞ്ഞു, നിയോഗം പറഞ്ഞു, പ്രമാണം പറഞ്ഞു. ഇസ്രായേലിനെ കാണാതെ പോയ ആടുകളെ ആ മേഖല ചേർത്തുകൊള്ളാണ് ഞാൻ വന്നത്. ഇവരാണ് ജാതികളാണ്, ഇസ്രായേലിനെ എതിരെ നിൽക്കുന്ന ജാതികളാണ്. ആമേ, ഹല്ലേലൂയ. ഇവര് അതിന് അർഹരല്ല, യോഗ്യരല്ല, യോഗ്യരല്ല. അപ്പൊ അവള് പറഞ്ഞെന്നാ, എന്നെ സഹായിക്കണമേ, എനിക്ക് വേറൊരു മാർഗമില്ല. പിന്നെ അവൾ എന്ത് ചെയ്തു? അവള് പ്രാർത്ഥനയാണ്, നിലവിളിച്ച് പ്രാർത്ഥന. ഒന്ന്, യേശുവിനെ പിന്നാലെ അനുഗമിക്കുക. മൂന്ന്, യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറയുക. യേശുവിനെ ദൈവമെന്ന് ഏറ്റുപറയുക, യേശുവോട് പ്രാർത്ഥിക്കുക, യേശുവിനെ അനുഗമിക്കുക. യേശുവിനെ ഇപ്പം എന്ത് ചെയ്യുക? ആരാധിക്കുക, നമസ്കരിച്ചു. ഇതിലും കൂടുതൽ എന്ത് വേണം? ദൈവമകനെ ഇതല്ല. യേശുവിനെ ഏറ്റു പറഞ്ഞു. യേശു കർത്താവ് രക്ഷിതമായി യേശുവിനെ ഏറ്റു പറഞ്ഞു അല്ലേ? ഒന്ന്. രണ്ടാമത്, യേശുവിനെ പ്രാർത്ഥിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്നു. അതായത് ഇവൾ മനസ്സുകൊണ്ട് ആരായി മാറിയേക്കപ്പോ, പ്രവൃത്തി കൊണ്ട് ആരായി മാറിയേക്ക? ദൈവമകളെ പോലെയായി മാറിയേക്ക. ഈ കാര്യമല്ല ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അനുഗമിക്കുന്നു, നിലവിളിക്കുന്നു, പിന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവമകളെ പോലെ, ദൈവമകളെ പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കരഞ്ഞ് നിലവിളിച്ച് യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവള് പൂർണ്ണ ഹൃദയത്തോടെ നമസ്കരിക്കുക. ഇവൾക്ക് ഇതിലും കൂടെ എന്നാ ചെയ്യാൻ പറ്റുക? പരസ്യമായി പറയുകയാണ്, ഏറ്റുപറയാണ്, യേശുക്രിസ്തു ആരാണ്? കർത്താവാണ്, കർത്താവാണ് എന്ന് പറഞ്ഞ പരസ്യമായിട്ട് പറയുക, രഹസ്യമായിട്ടല്ല. പരസ്യ തെരുവുകളിൽ നിന്നിട്ടാണ് പറയുന്നത്. കർത്താവേ, യേശു ദൈവ ദാവീദുപുത്ര, ഇവള് ദാവീദുപുത്രനാണ് യേശു എന്നും ആമേ യേശു കർത്താവെന്നും പരസ്യമായിട്ട് വിളിച്ചു പറയുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവള് പരസ്യ പ്രസംഗം നടത്തുകയാണ്. നമ്മളിൽ പലർക്കും ഇല്ലാത്തൊരു യോഗ്യത. പരസ്യമായിട്ട് നമ്മളിൽ പലർക്കും ഉണ്ട്, പലർക്കും ഇല്ല. പരസ്യമായിട്ട് എത്രമാത്രം ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിലാണ് വിളുന്നത്. കർത്താവേ, ഇവ ശമര്യൻ എന്ന് പറയുന്ന ജനത്തിന് നടുവില്, വിമർശിക്കുന്ന ജനത്തിന് നടുവില്, അതെ അതെ പല രീതിയിൽ പ്രവാചകനെന്നും മാത്രം പറയുന്ന ജനത്തിന് നടുവില് നിന്നിട്ട് പറയാണ്, ദൈവപുത്ര കർത്താവേ. എന്നിട്ട് കർത്താവ് പറയാൻ ചെയ്യാ, മക്കള് അപ്പം എടുത്തിട്ട് നായ്ക്കുട്ടികൾ. അപ്പൊ മക്കളുടെ അപ്പമാണെന്നുണ്ട്. ഭൂതോപദ്രവങ്ങളൊന്നും വിടുതൽ പറഞ്ഞ മക്കളുടെ അപ്പമാണ്. സ്വത്രം സാത്താന്യ ശക്തിയിൽ നിന്നുള്ള വിടുതല് ആരുടെ ആണ്? മക്കൾക്ക് ലഭിക്കേണ്ട അപ്പമാണ്, അവകാശമാണ്. എന്ന് പറയാം, മക്കളുടെ അപ്പം എടുത്തിട്ട് നായ്ക്കുട്ടികളെ പോലെയാ അവർ. ആ ജാതി കണ്ടുകഴിഞ്ഞ നായ്ക്കുട്ടികളെ പോലെയാണ്. അതാണ് അവരുടെ യോഗ്യത.
വിഹിതമല്ല, വിഹിതമല്ല, വിഹിതമല്ല. അവിടെയാണ് അവരുടെ വിശ്വാസം വെളിപ്പെട്ടു വരുന്നത്. അടുത്തത്, അതേ കർത്താവേ, തർക്കിക്കാൻ പോയില്ലേ, കർത്താവേ അങ്ങ് പറഞ്ഞത് 100% സത്യമാണ്. മക്കളെ അപ്പോഴത്തെ നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല, നന്നല്ല. കർത്താവിനോട് തർക്കിക്കാനൊന്നും പോയില്ല. അതേ കർത്താവേ. എന്നിട്ട് എന്നിട്ടൊരു സത്യം പറയണേ, യജമാനനെ, കർത്താവേ, കർത്താവിനോട് യജമാനായിട്ട് പറയാണ്, ആമേൻ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറക്കൾ കഴിച്ച് ജീവിക്കുന്ന വേസ്റ്റ്. പക്ഷെ അവൾക്കറിയാം ദൈവാനുഗ്രഹത്തിന്റെ വേസ്റ്റ് ആണെങ്കിലും ആ വേസ്റ്റ് മതി, ആമേ, ബാക്കി വെച്ചത് മതി തന്റെ ജീവിതം വിടുവിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. അവൾക്ക് ദൈവാനുഗ്രഹത്തിന്, മക്കളുടെ അപ്പത്തിന് അത്രമാത്രം വില അവളെ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അപ്പത്തിന്, വചനത്തിന്, ദൈവത്തിന്റെ സന്ദേശത്തിന്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അത്രമാത്രം വില കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് കൊടുത്തിട്ട് മതി പിതാവേ, മക്കള് കൊടുത്തിട്ട് തിന്ന് ആമേ ശേഷിപ്പിച്ചത് അല്ല, മേശയിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടത് ആമേ വീണ് നിലത്ത് വീണ് കിടക്കുന്നത് മതി. സ്വന്തം ആമേ. എനിക്കറിയാം അവിശ്വാസികളായ ആളുകൾ ദൈവം മക്കൾക്കും ദൈവദാസന്മാർക്കും, ഞാനൊരു സഭയെ കണ്ടു. ആ സഭയിലെ ദൈവമക്കള് ദൈവാസന്മാരും എന്നില്ല, അല്ല, ദൈവമക്കള് അവിടുത്തെ ദൈവ ആ സഭയ്ക്ക് കാര്യമായിട്ട് ഒന്നും കൊടുക്കില്ല ദൈവദാസ കുടുംബത്തിന്. എന്നാൽ അവർക്ക് അരിയും കയ്യിലിരുന്ന അല്പം പൈസകളും വീട്ടിലുള്ള പാലും കപ്പയും പച്ചക്കറിയും കൊടുത്ത കുടുംബങ്ങൾ, അവിശ്വാസി കുടുംബങ്ങൾ, അവരുടെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു. അവിടുത്തെ ദൈവമക്കളുണ്ടല്ലോ, പലരും മത്സരിച്ച് ശൂന്യമായി പോയി. സ്വത്രം ദൈവം നീതിയുള്ളവൻ. ആമേ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക്, ദൈവത്തിന്റെ മക്കൾക്ക്, ദൈവത്തിന്റെ നാമത്തിന് ചെയ്യുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. ആമേ, ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. അവന് എന്നോട് സാക്ഷ്യം പറഞ്ഞു, നേരിട്ട് പലവട്ടം പറഞ്ഞു. ആമേ, ഹല്ലേലൂയ. ആ കുടുംബത്തിന് നൽകിയ കുടുംബം, ഹല്ലേലൂയ. ആമേ. അവരറിഞ്ഞിട്ടില്ല, അവിശ്വാസികൾ എന്ന് അറിഞ്ഞിട്ടില്ല, അവരൊന്ന് പല വിശ്വാസികളായി മാറി. അവരനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ മക്കളൊക്കെ നല്ല രീതിയിൽ. പക്ഷെ ദൈവത്തെ അറിയുന്നു പറയുന്ന ജനം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും ഇന്നും എന്തില്ല, ഗതി പിടിച്ചിട്ടില്ല, സമാധാനമില്ല. സ്വത്രം ഇവിടെ അവിടെ പറയുന്നത്, യജമാനന്റെ മേശയിൽ വീഴുന്ന അപ്പ നുറുക്കുകൾ തിന്ന നായ്ക്കുട്ടികൾ ജീവിക്കുന്നല്ലോ. അപ്പൊ യേശു പറയല്ല, യേശു ഇത് കേട്ടിട്ട് അവളോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. അവിടെ എത്രമാത്രം ആളുകളുണ്ട്, യേശുവിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട്, ഇസ്രായേലിലെ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്ന എത്ര ആളുകളുണ്ട്. പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, അനേകം ആളുകൾ പ്രമാണിമാരുണ്ട്, പള്ളിപ്രമാണിമാരുണ്ട്, ആമേ, അനേകം ആളുകളുണ്ട്. പക്ഷെ യേശു അവരെ നോക്കിയിട്ട് ഒന്നുമല്ല പറഞ്ഞത്. ഇവിടെ നോക്കി യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം. അവളുടെ അകത്ത് എന്തിരിക്കുന്ന ഒരു വലിയ വിശ്വാസം.
വിശ്വാസം എങ്ങനെ വെളിപ്പെട്ടത്? ആ വലിയ വിശ്വാസം കൊണ്ടാണ് അവളെ വന്നത്. എവിടെയാ? കനാനിൽ നിന്ന് യേശുവിന്റെ അടുക്കിലേക്ക് വന്നത്. ആ വലിയ വിശ്വാസം കൊണ്ടാണ് യേശുവിനെ കർത്താവേ എന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞത്. ആ വലിയ വിശ്വാസം കൊണ്ടാണ് യേശുവിനെ ദാവീദ് പുത്രാ എന്ന് ഏറ്റുപറഞ്ഞത്. ആ വലിയ വിശ്വാസം കൊണ്ടാണ് യേശുവിനെ എന്നിട്ട് ആമേൻ കരഞ്ഞ് നിലവിളിച്ച് അനുഗമിച്ചത്. ആ വലിയ വിശ്വാസം കൊണ്ടാണ് അവൾ യേശുവിനെ നമസ്കരിച്ചത്. ആ വലിയ വിശ്വാസം കൊണ്ടാണ് അവൾ യേശുവിനോട് സംസാരിച്ചത്. നോക്ക്, മറുഭാഗത്ത് നോക്ക്. യേശുവിനറിയാം ഇവള് വിശ്വാസം. സകല ഹൃദയങ്ങളും അറിയുന്ന യേശുവിനറിയാം ഇവളുടെ വിശ്വാസം. യേശു അവളെ തള്ളിക്കളയല്ല, അവൾ അകത്തിരിക്കുന്ന വിശ്വാസം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ആമേൻ. ഇപ്പൊ അവിടെയുള്ള എല്ലാവരും പറയാണ്, എന്ത് ഇവിടെ യോഗ്യയാണ്. ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ ഇവിടെ ആരാണ് ഈ സൗഖ്യം ലഭിക്കേണ്ടതാണ്? ഇവളുടെ കുടുംബം യോഗ്യമാണ്. അല്ലേ? എല്ലാവരും സംബന്ധിച്ചു ശിഷ്യന്മാരും പറഞ്ഞു, കർത്താവേ അവളെ പറഞ്ഞ് വെറുതെ പറഞ്ഞയക്കുന്നല്ല, ഇവള് സൗഖ്യം കിട്ടാതെ പോകൂല. സ്വത്രം യേശുവിന്റെ അടുക്കൽ വന്നെങ്കിൽ കിട്ടാതെ മടങ്ങി പോകത്തില്ല. അവളെ ശരീരം കൊണ്ട് മനസ്സ് പോയാലും മനസ്സുകൊണ്ട് യേശുവിനെ വിട്ട് പോകത്തില്ല. സ്വത്രം ഇവളെ വിശ്വാസം തന്നെ ഇവളെ കുടുംബത്തിന്റെ രക്ഷയാണ്. അവേ തലമുറയുടെ രക്ഷയാ. കുടുംബത്തിന്റെ ഭാരം, കുടുംബത്തിന്റെ രക്ഷ, ഭാരം ഇറങ്ങി, ഭാരങ്ങളെ നല്ലൊരു വിടുതല്. ആമേ പൈശാച ശക്തി അറക്കാനും ഒടിപ്പാനും വന്ന് ആമേ ഹല്ലേലൂയ തന്റെ മകളുടെ ഭാവിയെ അറുത്ത് മുടച്ച് നശിപ്പിക്കുന്ന, ആമേ ഭാവിയെ അടച്ചു കളയുന്ന, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ആമേ കഴിവുകളെ നശിപ്പിക്കുന്ന, ആമേ ഹല്ലേലൂയ അന്ധകാര ശക്തിയെ, ആമേ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി, ആമേ എല്ലാം നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് മുരളിപ്പിച്ച് ശൂന്യമാക്കി കളയുന്ന അന്ധകാര ശക്തിയുടെ മേലെ ഒരു വിടുതല്, ഹല്ലേലൂയ ഒരു രക്ഷ, ആമേ ഹല്ലേലൂയ അത് പ്രാപിച്ചത് തന്നെയാണ് അവൾ യേശുവിനെ വിട്ട്